ഹായ് ഡിയേഴ്സ്, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്നൊരു അടിപൊളി പഴയകാല പലഹാരം കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിപ്പോൾ 4 മണി ചായക്കാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണെങ്കിലും ഒക്കെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ പണ്ട് മുതലേ ഞങ്ങളുടെ ഇവിടെയൊക്കെ ഉണ്ടാക്കാറുള്ളൊരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇത് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. പച്ചരിയാണ്, ഒരു വലിയ ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. അത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ആ അരി എടുത്ത് അതേ ഗ്ലാസ്സിന് തന്നെ ഒരു 1/4 ഗ്ലാസോളം ചോറ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് തേങ്ങയാണ്. അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. തേങ്ങയൊക്കെ നല്ലോണം ചേർക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ അപ്പത്തിന്. പിന്നെ വേണ്ടത് ചെറിയുള്ളിയാണ്. അത് ഒരു 10-20 അല്ലിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ജീരകമാണ്. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ബാക്കിയൊക്കെ വഴിയെ പറയാം കേട്ടോ. അപ്പോൾ പച്ചരി നമുക്ക് ഏത് പച്ചരി വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ടുള്ള പച്ചരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്തായാലും ഒരു 4 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം. കുതിർത്തെടുത്ത പച്ചരി നമുക്കിതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചോറ് ഇട്ട് കൊടുക്കുക. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളിയാണ്, അതും ചേർത്ത് കൊടുക്കുക. പിന്നെ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയിൽ നിന്ന് പകുതി ചേർത്ത് കൊടുക്കുക. നിർബന്ധമില്ല തേങ്ങ ഇതിലിട്ട് അരയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഞാൻ ഇങ്ങനെ അരച്ചെടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 1 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരണം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തുകൊണ്ട് വരണം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ ഇത് ഒരുപാട് തിക്കായിട്ടുള്ളൊരു ബാറ്ററും ആവരുത്, എന്നാൽ നല്ലോണം ലൂസായിട്ടുള്ളൊരു ബാറ്ററും ആവരുത് കേട്ടോ. രണ്ടിൻ്റെയും ഇടയിലുള്ളൊരു ബാറ്ററായിട്ടാണ് നമുക്കിത് കിട്ടേണ്ടത്. ഞാൻ ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം ഇത്തിരി തിക്കായിട്ടാണ് ഈ മാവുള്ളത്. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറൊന്ന് ചുഴറ്റിയിട്ട് ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/4 മുതൽ 1/2 കപ്പ് വരെയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. നമ്മൾ അരി അരയ്ക്കുമ്പോൾ ചേർത്ത ബാക്കിയുണ്ടായിരുന്ന തേങ്ങ കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഉപ്പ് പോരെങ്കിൽ ഈ സമയത്ത് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അപ്പം തന്നെ ചുട്ടെടുക്കുക. ഞാനിപ്പോൾ ഇതുപോലെ ഒരു ചെറിയ ചീനച്ചട്ടിയിലാണ് ചുട്ടെടുക്കുന്നത്. ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ചട്ടി ഉണ്ടാവില്ല, അതിലൊക്കെ ചുട്ടെടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാവുക. അപ്പം അങ്ങനെ ചട്ടിയൊന്നും ഇല്ലെങ്കിൽ ഇതുപോലൊരു ചട്ടി എടുക്കുക. എന്നിട്ട് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. മുകൾ വശം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഇത് നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ചട്ടിയിൽ വേണമെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ വേണമെങ്കിലും ചുട്ടെടുക്കുക കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ചട്ടികളിലൊക്കെ ചുട്ടെടുക്കുന്ന സമയത്ത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഇരുമ്പിൻ്റെ ചട്ടിയിലൊക്കെ ചുട്ടെടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും മൊരിയിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഈ അപ്പം ഇത്ര കനത്തിൽ നിങ്ങൾക്ക് ചുടണ്ടെന്നുണ്ടെങ്കിൽ കനം കുറച്ച് വേണമെങ്കിൽ അങ്ങനെയും ചുട്ടെടുക്കുക കേട്ടോ. ഞാനിതപ്പോൾ എല്ലാ അപ്പവും ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റുള്ളൊരു അപ്പം കേട്ടോ. ഇതിൻ്റെ അരികുവശമൊക്കെ മൊരിഞ്ഞ് നടുഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി അപ്പമാണ്. തേങ്ങയും ജീരകമൊക്കെ ചേർത്ത് അരച്ചുണ്ടാക്കിയതിനെ കൊണ്ട് തന്നെ ഇതിൽ കറികളുടെ ഒന്നും ആവശ്യമില്ല. ചൂടോടുകൂടി കഴിക്കാൻ അടിപൊളിയാണ്. നല്ലൊരു കട്ടൻ ചായയുടെ കൂടെ അടിപൊളിയാണ് കേട്ടോ. ഈ രീതിയിൽ അപ്പം ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം ഇതിൻ്റെ ടേസ്റ്റ്. അങ്ങനെ കഴിച്ചിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയണം. ലൈക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം കമൻറ്റ് ബോക്സിൻ്റെ അവിടെ കാണുന്ന ഹൈപ്പ് കൂടി ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണേ. ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി. എന്നാൽ ശരി, സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.